ദൈവമായ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഈ സ്വർഗീയ സംഗീതമെന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം എവിടൊക്കെയായാലും നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഓർക്കാനും സ്തുതിക്കാനും ദൈവം ഇടവരുത്തുന്നു. അവിടെ എല്ലായിടത്തും കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഉണ്ട് എന്നുള്ള ദൈവീക വാഗ്ദാനത്തിൽ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുകയും ദൈവകൃപകൾ സ്വീകരിക്കുകയും ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 25 മുതൽ വാക്യങ്ങൾ ഈശോ തന്നെ ഇപ്രകാരം നമ്മോട് പറയുക: ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. കർത്താവ് പറയുവാണ്, നമ്മുടെ ജീവനെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ഇനി എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും, എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് വചനം പറയുക? കാരണം നമ്മെ സംരക്ഷിക്കാനും എത്ര വലിയ പ്രശ്നത്തിന്റെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്, അതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും കഴിയുന്ന ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം അതിന്റെ 32-ാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു സംഭവം നാം കാണുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ രാജാവ് ഹെസക്കിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ ഹെസക്കിയ രാജാവിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അദ്ദേഹം ദൈവാരാധനയെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം തന്നെയും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയും തൻ്റെ രാജ്യത്ത്, തൻ്റെ ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് സകല മനുഷ്യരെയും ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിൽ അദ്ദേഹം ഉത്സാഹിക്കുകയും ചെയ്തു. അങ്ങനെ നീതി നിർവഹിച്ചുകൊണ്ട് ദൈവാരാധനയോടെ ആ രാജ്യം മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാ വലിയൊരു സൈന്യവുമായിട്ട് ഒരു ശത്രു രാജ്യം അവരെ ആക്രമിക്കാൻ വരിക. അത് അസീറിയ രാജ്യമാണ്. ഈ അസീറിയ രാജ്യത്തിന്റെ സൈന്യത്തുമായിട്ട് തരണം ചെയ്യുമ്പോൾ ഇസ്രായേൽ രാജ്യത്തിന്റെ സൈന്യം ഒന്നുമല്ല. അവർക്ക് കയറി നിഷ്പ്രയാസം നശിപ്പിച്ചു കളയാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ അസീറിയയുടെ പടത്തലവന്മാരും രാജാവും ഒക്കെ ഏറെ അവരുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളിങ്ങനെ ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ രാജാവിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾ കവാടം തുറക്ക്, ഞങ്ങൾക്ക് കീഴടങ്ങുവാണെങ്കിൽ അല്പമെങ്കിലും ദയ കാണിക്കാം, ഇല്ലെങ്കിൽ ഒരു ദയയും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാണ് ഈ ശത്രു രാജ്യത്തിന്റെ വലിയ സൈന്യം. ഇപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന, എന്താ വചനാദ്യം പറഞ്ഞ എന്താണ്? ഭയപ്പെടണ്ട, ആകുലപ്പെടാണ്ട് ഭയപ്പെടാണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഹെസക്കിയ രാജാവ് ഇതാ നഗരത്തിലുള്ള ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി പറയുവാണ്. 7 മുതൽ വാക്യങ്ങൾ: ശക്തന്മാരും ധീരന്മാരുമായിരിക്കുവിൻ, അസീറിയ രാജാവിനെയും അവന്റെ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. അവനോട് കൂടെ ഉള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാവ് പറയാ, നമ്മുടെ സൈന്യമല്ല നമുക്ക് വിജയം തരാൻ പോണേ. സൈന്യം പൊരുതുമ്പോ നമ്മെക്കാൾ, നമ്മുടെ ശത്രുവിനേക്കാൾ ശക്തനായ ദൈവം നമുക്ക് വിജയം തരും. വീണ്ടും വചനം പറയുവാണ്, 8-ാമത്തെ വാക്യം: മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത്, നമ്മോട് കൂടെയുള്ളത് നമ്മുടെ ദൈവമായ കർത്താവും. അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും. യൂദ രാജാവായ ഹെസക്കിയയുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഇതാണ്, ഈ ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ വന്നു നിന്ന ആ അസീറിയ രാജ്യത്തിനും അവരുടെ പടയാളികൾക്കുമിടയിൽ, അവരുടെ സൈനിക വ്യൂഹത്തിനിടയിലേക്ക് ദൈവത്തിന്റെ ഒരു ദൂതൻ കടന്നു പോകുവാണ്. ആയിരക്കണക്കിന് ആളുകളെ ദൈവദൂതൻ രാത്രി വധിച്ചിട്ട് പോവുക. രാവിലെ എഴുന്നേറ്റ് നോക്കാൻ നേരത്ത് ഇവര് മരിച്ചു കിടക്കുന്നതാണ് പടത്തലവന്മാർ കാണുക. അതുകൊണ്ട് ഭയപ്പെട്ട് ഈ വലിയ സൈനിക വ്യൂഹം
തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു വന്ന സൈന്യവ്യൂഹം തിരികെ പലായനം ചെയ്ത് ഓടി രക്ഷപ്പെടുക. പ്രിയപ്പെട്ടവരെ, ശക്തനായൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആകുലരാകേണ്ട കാര്യമില്ല, അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഇന്ന ദിവസം ഈ സ്വർഗീയ സംഗീതം എന്ന അനുഗ്രഹീത ശുശ്രൂഷയിൽ നമ്മൾ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ഗാനത്തിൻ്റെ വരികൾ ഈ ദൈവവചനത്തോട് ചേർന്ന് നമ്മോട് പറയാണ്, ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. നിന്റെ ആയുസ്സിനെ നീട്ടാൻ നീ ആകുലപ്പെട്ടതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. ഗാനത്തോട് ചേർന്ന് ഈ ദൈവ വചനത്തിന് നമുക്ക് ചെവി കൊടുക്കാം, ഒപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. പറയുന്ന വാക്ക ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ചെന്ന് പാടിക്കേ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. വിശ്വാസത്തോടെ ചെന്ന് പാടി. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. കർത്താവ് നമ്മോട് പറയാ, ആകുലപ്പെടണ്ട. ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ചെന്ന് പാടിക്കേ. ആകുലയാകരുതേ മകളെ, അസ്വസ്ഥയാകരുതേ. അങ്ങിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഇരു കരങ്ങളൊന്ന് യാചനാപുറത്തൊന്ന് ഉയർത്തിക്കേ. എന്നിട്ട് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ, കർത്താവേ, അവിടുന്നിലാണ് സർവശക്തനായ അങ്ങയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. അങ്ങ് കൂടെയുള്ളതിനാൽ ഞങ്ങൾ അസ്വസ്ഥരാകില്ല, ആകുലപ്പെടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദൈവം സർവശക്തനായ ദൈവം എന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും വിജയം നൽകുകയും ചെയ്യും. അതിനാൽ ഞാൻ ആകുലപ്പെടില്ല, അസ്വസ്ഥനാകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് കണ്ണൊന്നടച്ച് എന്നിട്ട് മനസ്സിലേക്ക് ഇന്ന് നിന്റെ ജീവിതത്തിൽ ആകുലത ഉണർത്തുന്ന, അസ്വസ്ഥ ഉണർത്തുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യം മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ആ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിൽ പറഞ്ഞ്, എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ അസ്വസ്ഥനാകില്ല. ഒരു പക്ഷെ നിന്റെ അസ്വസ്ഥ നിന്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ജീവിതപങ്കായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ടതായിക്കോട്ടെ, ഈ ശരീരത്തിന്റെ രോഗമായിക്കോട്ടെ, എന്തും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് എന്നിട്ട് പറഞ്ഞ്, ഞാൻ അസ്വസ്ഥപ്പെടില്ല, ഞാൻ ആകുലപ്പെടില്ല, മറിച്ച് ഞാൻ കർത്താവിൽ ആശ്രയിക്കും. എൻ്റെ ഈ പ്രശ്നത്തെ അനുദിനം ഞാൻ കർത്താവിന് കൊടുക്കും. ഒരു ദൈവത്തെ, ഈ പ്രശ്നത്തെ, ഈ വേദനയെ മുന്നിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കും. ഇതൊന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്നുകൂടെ ചേർന്ന് ഗാനത്തിന്റെ വരിയോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച്, ആകുലനാകരുതേ. എല്ലാവരും ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 28 മുതൽ വാക്യങ്ങൾ
വീണ്ടും വചനം പറയുക, വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. എന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ അല്പം ഒന്ന് ശാസിച്ചുകൊണ്ട് ചോദിക്കുക. എന്താ ചോദിക്കുന്നത്? വചനം ചോദിക്കുക, ഈ വയലിലെ പുല്ലിനെ പോലും ഇത്രത്തോളം ദൈവം അലങ്കരിക്കുന്നുവെങ്കിൽ തന്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ വേദനകളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് എത്രത്തോളം ആകുലതയുണ്ട്, വിചാരമുണ്ട്, പദ്ധതിയുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മുടെ ഭാവി, നമ്മുടെ പ്രശ്നം ആ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ദൈവം ഏറ്റെടുത്തോളും. നമ്മൾ നമ്മുടെ ശിരസിൽ വെച്ചുകൊണ്ട് ആകുലപ്പെട്ട് ടെൻഷൻ നടക്കേണ്ട കാര്യമില്ല. മറിച്ച് എന്താ ചെയ്യേണ്ടത്? ഇന്ന് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താ? ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ കർത്തവ്യം എന്താ? ഇന്ന് എത്രത്തോളം നമുക്ക് അധ്വാനിക്കാൻ പറ്റും, എത്രത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും, അത് ചെയ്യുക. അതിൽ കുറവ് വരുത്തരുത്. ഇന്ന് കർത്താവ് നൽകിയ അവസരങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊള്ളൂ. നാളെ കുറിച്ച് ദൈവത്തിന് വിചാരമുണ്ട്. അതാണ് വചനം നൽകുന്ന വലിയ ബോധ്യം. എങ്കിൽ ഈ ദൈവത്തിന്റെ വചനം ഗാനത്തോട് നമ്മൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. സോളമനേക്കാൾ മോടിയായി ലില്ലിപ്പൂവിനെ അണിയിപ്പോൻ ദൈവം നമ്മയും അണിയിച്ചൊരുക്കും. ഗാനത്തോട് ചേർന്ന് പാടി. സോളമനേക്കാൾ മോടിയിലായി ലില്ലി പൂകളണിയിപ്പോൻ സോളമനേക്കാൾ മോടിയിലായി ലില്ലിപ്പൂവുകൾ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ ഈ ഗാനത്തിന്റെ വരികളിലേക്ക് സ്വീകരിച്ചേ. മൂടിയിലായി ലില്ലി ഈശോ. പൂകളണിയിപ്പോൻ സോളമനേക്കാൾ മോടിയിലായി എന്നെയും അണിയിച്ചൊരുക്കുന്ന എന്റെ ദൈവം നിന്നെ കരുതി നിനച്ചിടുമേ പിന്നെ നിനക്കെന്താശങ്ക. അവന്റെ വചനം ചോദിക്കുക, എന്തിനാ നീ ആശപ്പെടുന്നത്? ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. പാടിക്കേ. ആധിയലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ആവർത്തിച്ചു പാടി. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ആധിയലായുസിനെ ഞാൻ ആകുലപ്പെടില്ല, അസ്വസ്ഥപ്പെടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ചേർന്ന് പാടി. ആകുലനാകരുതേ മകനെ, അസ്വസ്ഥനാകരുതേ. ദൈവമേ, ആധിയലായുസിനെ ഞാൻ ആശ്രയിക്കുന്നു. നീട്ടാനാവുമോ നരനുലകിൽ. കർത്താവിൽ ആശ്രയിക്കുന്നവരൊക്കെ ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ. കർത്താവിനെ സ്തുതിച്ചേ, ഏറ്റുപറഞ്ഞ് സ്തുതിച്ചേ. യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. എല്ലാ നാവുകളും ദൈവത്തെ സ്തുതിക്കട്ടെ, എല്ലാ അധരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. ശക്തിയോടെ സ്തുതിച്ചേ, ആവർത്തിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ചേ. ഈശോയെ ഈശോയെ എന്ന് വിളിച്ചേ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ, ഹല്ലേലൂയ പറഞ്ഞോ. എല്ലാവരും സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ ഹൃദയത്തിൽ നിന്നും ദൈവാരാധന ഉയരട്ടെ. ഈശോയെ 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 ഞങ്ങൾ ഏറ്റുപറയുക, ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുക. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുന്ന കർത്താവേ. കർത്താവ് അങ്ങേക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമുണ്ട്. കർത്താവ് അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞങ്ങൾ അറിയുന്നു, മനസ്സിലാക്കുന്നു. ഈശോയെ 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 അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനാൽ ഞങ്ങൾ ആകുലപ്പെടില്ല. ഈശോയെ ഞങ്ങൾ ആകുലപ്പെട്ടിട്ടും അസ്വസ്ഥരായിട്ടും കാര്യമില്ലാന്ന് മനസ്സിലാക്കുന്നു. ഈശോയെ ഈശോയെ
ഈശോയെ, ഈശോയെ, യേശുവേ, യേശുവേ, ശക്തനായ ദൈവമേ, രക്ഷിക്കുന്ന ദൈവമേ, സുഖപ്പെടുന്ന കർത്താവേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ കൂട്ടായ്മയോട് ചേർന്ന്, ഈ കൂട്ടായ്മയിൽ, ഈ ആരാധനയിൽ, ഈ ദൈവസ്തുതി ഗീത ആലാപനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരോട് ചേർന്ന് കർത്താവേ, നിന്റെ നാമത്തെ സ്തുതിക്കുന്നു. ഈശോയെ, 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 ഈ ഗുഡ്നസ് കൂട്ടായ്മയോട് ചേർന്ന് ലോകത്തിന്റെ എവിടെയാരും നിന്നെ സ്തുതിക്കുന്നു, അവരൊക്കെ ജീവിതങ്ങളിലേക്ക് നീ ഇറങ്ങി വരണേ. ശക്തമായ ദൈവീക ഇടപെടൽ ഉണ്ടാകട്ടെ. ഈശോയെ, ഈശോയെ, യേശുവേ, 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 യേശുവേ. ഗാനത്തിന്റെ വരിക തുറന്ന് നമ്മോട് പറയുക, വിതയും കൊയ്ത്തും അറിയാൻ പാടില്ലാത്ത, നാളേക്ക് വേണ്ടി ഒരു സംഭരണശാലി ഒരുക്കാത്ത ഈ പറവകളെയും ഈ പ്രപഞ്ചത്തിലെ മറ്റു ജീവികളെയൊക്കെ കർത്താവല്ലേ സംരക്ഷിക്കുന്നേ. അതുകൊണ്ട് നാളെക്കുറിച്ച് ആകുലപ്പെടാതെ ഇന്നിൽ ദൈവത്തിൽ ആനന്ദിച്ച്, ഇന്ന് ദൈവത്തെ സ്തുതിച്ച്, ഒപ്പം തന്നെ ഇന്ന് കർത്താവ് ചെയ്യാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്ത് സന്തോഷത്തോടെ അനുദിനം മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. ആ ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി കർത്താവിൽ നമ്മുടെ വിശ്വാസം, ആശ്രയം അത് നമുക്ക് ഏറ്റു പറഞ്ഞ് മുന്നോട്ട് പോകാം. വിതയും കൊയ്ത്തും കലവറയും അറിവില്ല ഒരു പറവകളെ. വിതയും കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ. വിശുദ്ധോടെ പാടിക്കേ. വിതയും കൊയ്ത്തും കലവറയും അറിവില്ല ഒരു പറവകളെ. രക്ഷിക്കുന്ന ദൈവമേ, കൊയ്ത്തും കലവറയും അറിവില്ലാത്തൊരു പറവകളെ. പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ പാലകനായി. സ്വയം പോറ്റും കരുണാമയനല്ലോ വത്സലതാതൻ പാലകനായി. എല്ലാവരും ചേർന്ന് പാടി. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ. സ്വയം ആധിയനായുസിനെ നീട്ടാനാവുമോ? ആവർത്തിച്ച് പാടി വിശ്വാസം പ്രഖ്യാപിച്ച്. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ. ഞാൻ ആകുലപ്പെടില്ല. ആധിയനായുസിനെ കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ അസ്വസ്ഥപ്പെടില്ല. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ. ആധിയനായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് എന്നിട്ട് മനസ്സിലൊന്ന് പറഞ്ഞ്, എന്റെ കർത്താവിന്റെ കൂടെയുള്ളതിനാൽ, ശക്തനായ ദേവന്റെ കൂടെയുള്ളതിനാൽ, എന്നെ കുറിച്ച് കരുതുള്ള ദൈവം കൂടെയുള്ളതിനാൽ, അപ്പനെ പോലെ സ്നേഹിക്കുന്ന എന്റെ ദേവന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആകുലപ്പെടില്ല. മാത്രമല്ല, ഞാൻ ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്റെ മുടിയെ, ഒരു നരച്ച മുടിയെ വെളുപ്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. പിന്നെ എന്തിനാ ഞാൻ ആകുലപ്പെടുന്നത്? ഞാൻ എത്ര ടെൻഷൻ അടിച്ചാലും, 1000 പ്രാവശ്യം എന്റെ മനസ്സിലിട്ട് ഞാൻ വീണ്ടും വീണ്ടും ചിന്തിച്ചാലും, എത്ര ടെൻഷൻ അടിച്ച് ആരോഗ്യത്തെ നശിപ്പിക്കാന്നല്ലാണ്ട് ഒരു ദിവസം പോലും കൂട്ടിയെടുക്കാൻ എന്നെ കൊണ്ടാവില്ല. പിന്നെ എന്തിനാ ഞാൻ ആകുലപ്പെടുന്നത്? പ്രിയപ്പെട്ടവർ, ഇതാണ് കർത്താവിന്റെ വചനം നമ്മോട് ചോദിക്കുന്നത്. പിന്നെ എന്തിനാ ആകുലപ്പെടുന്നത്? ആകുലപ്പെടേണ്ട കാര്യമില്ല. മറിച്ച് ഇന്നിൽ സുഖമാണുള്ള സുഖം അനുഭവിക്കുക, ഇനി ദുഃഖമാണുള്ള ആ ദുഃഖത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ നാളെ കർത്താവ് പരിപാലിച്ചോളും. ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനത്തം, ദാരിദ്ര്യം ഒന്നും നിന്നെ അകറ്റരുതേ. രക്ഷകനൊരു നാളും ഈശോയെ അകറ്റാൻ, ഈ ദൈവാരാധന അകന്നു പോകാൻ ഇതൊന്നും ഇടയാകരുത്. മറിച്ച് കർത്താവിനെ സ്തുതിച്ച് നന്ദിയോടെ മുന്നോട്ട് നമുക്ക് പറ്റണം. ഈ ഒരു ആഗ്രഹത്തോടെ ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ക്ലേശം, ദുരിതം, പീഡനവും, രോഗമനർത്ഥം, ദാരിദ്ര്യം. ആവർത്തിച്ചു പാടി. ക്ലേശം, ദുരിതം, പീഡനവും,
രോഗമനർത്ഥം ദാരിദ്ര്യം സ്വയം ക്ലേശം ദുരിതം പീഡനം ഒന്നും എന്നെ ദൈവത്തിൽ നകറ്റാനിടയാകരുത്. അനർത്ഥം ദാരിദ്ര്യം ഒന്നും നിന്നെയകരുതേ രക്ഷകനിൽ നിന്നൊരു നാളും നീ നകന്നുപോകാനിടയാകരുത്. നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്ന് കനത്തോട് ചേർന്ന് ആവർത്തിച്ചു പാടി. ഒന്നും നിന്നെയകരുതേ രക്ഷകനിൽ നിന്നൊരു നാളും സ്വയം ഒന്നും നിന്നെ അകറ്റരുതേ രക്ഷകനിൽ നിന്നൊരു എല്ലാവരും ചേർന്ന് ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ സ്വയം ആധിയലായുസിനെ നീട്ടാനാവുമുണരരുതേ. ആവർത്തിച്ച് പാടിക്കേ. ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ സ്വയം ആധിയലായുസിനെ നീട്ടാനാവുമുണരരുതേ. ആവർത്തിച്ച് ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ ആധിയലായുസിനെ നീട്ടാനാവുമുണരരുതേ. കരങ്ങളൊന്ന് ഉയർത്തിക്കേ. കർത്താവിനെ സ്തുതിച്ചേ, സ്തുതിച്ചാരാധിച്ചേ. കർത്താവോളം അനുഗ്രഹിക്കുന്ന കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് വിശ്വാസം അർപ്പിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കർത്താവിലാണ് എന്റെ ആശ്രയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമം എന്ന് വിളിച്ചപേക്ഷിച്ചേ. കർത്താവായ യേശുവാണ് എനിക്ക് രക്ഷ. അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് യേശു നാമം ഏറ്റുപറഞ്ഞ് വാ തുറന്ന് സ്വരം ഉയർത്തിക്കേ. കർത്താവ് നാമം നിന്റെ നാവിൽ നിന്ന് ഉയരട്ടെ. ദൈവ ആരാധന നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് എന്തൊക്കെ അസ്വസ്ഥതയ്ക്ക് ആഗ്രഹതയ്ക്ക് കാരണമാകുന്നു ആ വിഷയങ്ങളുടെ മേലൊക്കെ ദൈവത്തിന്റെ കൃപ കടന്നു വരട്ടെ, ശക്തി കടന്നു വരട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ, വിനാശം നിന്ന് വിടുതലുണ്ടാകട്ടെ. ഈശോയേ, 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 ഈശോയേ. കർത്താവേ, ആകുലപ്പെടുന്ന അസ്വസ്ഥപ്പെടുന്ന സകല മനസ്സുകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ പ്രത്യാശ കടന്നു വരട്ടെ, ധൈര്യം കടന്നു വരട്ടെ. കർത്താവേ, എല്ലാ പ്രതിസന്ധികളെയും ശക്തിപ്പെടുന്ന ദൈവത്തിലൂടെ അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ ബോധ്യം കടന്നു വരട്ടെ. ഈശോയേ, 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 യേശുവേ, 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 യേശുവേ. ഒന്നോട് ആവർത്തിച്ചു പാടി. ആകുലനാകരുതേ, ആകുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ. കർത്താവിന്റെ വാക്കാണ്, ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആധിയലായുസിനെ നീട്ടാനാവുമുണരരുതേ. ഉള്ളിലേക്ക് സ്വീകരിച്ച് ചേർന്ന് പറഞ്ഞേ, ഞാൻ ആകുലപ്പെടില്ല, ആകുലനാകരുതേ ഞാൻ അസ്വസ്ഥനാകില്ല, മകനെ അസ്വസ്ഥനാകരുതേ. കാരണം എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്. ആധിയലായുസിനെ നീട്ടാനാവുമുണരരുതേ. ഈ വിശ്വാസം നമ്മെ വളരട്ടെ. എൻ്റെ ഈശോ എൻ്റെ കൂടെയുള്ളതിനാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള കർത്താവ്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളുടെ മേലൊക്കെ ശക്തിയുള്ള ദൈവം, എന്നെ കരം പിടിച്ചുയർത്താനും എന്നെ രക്ഷിക്കാനും കഴിയുന്ന ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആകുലപ്പെടില്ല, അസ്വസ്ഥനാകില്ല, എൻ്റെ കാര്യമില്ല. കാരണം കർത്താവ് എന്നെ രക്ഷിക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.